Adobe Illustrator പറ്റി എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു വീഡിയോ സീരീസിലെ പുതിയൊരു എപ്പിസോഡാണിത്. ഈ സീരീസിൽ വരുന്ന എല്ലാ വീഡിയോസും ഞാൻ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ബ്ലെൻഡിങ് മോഡ്സിനെ പറ്റിയാണ്. അത് എങ്ങനെയൊക്കെ നമുക്ക് നമ്മളുടെ വർക്കുകളിൽ ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെയുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ അതൊന്ന് നോക്കാം. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വേറൊന്നുമില്ല, സിമ്പിളാണ്. ഒരു പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്, അതേപോലെ ഇവിടെ കുറച്ച് ഡിസ്ക്രിപ്ഷൻ പോലെ എഴുതിയിട്ടുണ്ട്, ഇവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബ്ലെൻഡിങ് മോഡ്സ് വെച്ചിട്ട് നമുക്ക് ഈ ഇമേജും ഈ ബാക്ക്ഗ്രൗണ്ടും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ ആ രീതിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. അതായത് അതിൽ വരുന്ന കളർ ഡിഫറൻസ് ആണ്, അതൊരു എഫക്റ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഞാൻ ഈ ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഇവിടെ വന്നിട്ട് ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണും. അതെടുത്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബ്ലെൻഡിങ് മോഡ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ട്രാൻസ്പെറൻസി കാണുന്നില്ലെങ്കിൽ എവിടെയാണ് നോക്കാനുള്ളത്? കറക്റ്റ്, വിൻഡോയിൽ താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റും ട്രാൻസ്പെറൻസി. ഓക്കെ, അത് സെലക്ട് ചെയ്യുമ്പോഴും ഇതേപോലെ വരും. ഇനി ഇതിൽ നമുക്ക് ബ്ലെൻഡിങ് മോഡ്സ്, ഒരുപാട് ബ്ലെൻഡിങ് മോഡ്സ് ഉണ്ട്. അപ്പോൾ ഇത് നോർമലിലാണെങ്കിൽ സാധാരണ പോലെ തന്നെ ഇരിക്കും ഇമേജ്. ഇപ്പം ഡാർക്കൻ കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് മാറും. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചായിരിക്കും വ്യത്യാസം വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ മൾട്ടിപ്ലൈ കൊടുത്ത വേറൊരു കളറ്, കളർ ബേൺ കൊടുത്ത വേറൊരു കളറ്. ഞാനിപ്പോൾ ഇതിനെടുത്ത് ഇങ്ങോട്ട് വെച്ചെന്ന് വെച്ചു, അതിന് കളർ വ്യത്യാസമൊന്നുമില്ല. ഇത് ഈ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു കളറിൻ്റെ വ്യത്യാസം വരുന്നത്. ഇനി നമുക്കിത് ഓരോന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ലൈറ്റ് ആൻഡ് സ്ക്രീൻ, കളർ ഡോട്ട്, ഓവർലേ, സോഫ്റ്റ് ലൈറ്റ്, ഹാർഡ് ലൈറ്റ്, ഡിഫറൻസ്, എക്സ്ക്ലൂഷൻ, ഹ്യൂ, സാച്ചുറേഷൻ, കളർ, ലുമിനോസിറ്റി. ഇത് എല്ലാത്തിനും നമുക്ക് ഈ ഒരു എഫക്റ്റ് തന്നെ കിട്ടണമെന്നില്ല. നമ്മളെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇമേജിൻ്റെ ഇതൊക്കെ അനുസരിച്ച് ചിലപ്പോൾ പല രീതിയിൽ മാറാൻ പറ്റും. ഇത് നമ്മൾ ഇങ്ങനെ കാണാതെ പഠിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ നമ്മൾ ഓരോന്നായിട്ട് കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇതൊരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുന്നൊരു രീതിയാണ്. അതായത് നമുക്കിങ്ങനെ ഇതിങ്ങനെ ഓരോന്നെടുത്ത് നോക്കുന്ന സമയത്ത് അങ്ങനെ വരുമ്പോൾ ലുമിനോസിറ്റി എടുത്തപ്പോൾ ഇത് കൊള്ളാം, അപ്പോൾ ഇത് വെക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്കിത് കാണാതെ പഠിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഓരോന്നായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇതേപോലെ നമുക്ക് ഈ കളറിൻ്റെ മുകളിൽ കൊടുക്കാനായിട്ട് വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഇങ്ങോട്ട് എടുത്ത് വയ്ക്കാം. ഇതിൻ്റെ ബ്ലെൻഡിങ് മോഡ് നോർമലാക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു ബോക്സ് ഇങ്ങനെ വരയ്ക്കാം. ഇതിൻ്റെ കറക്റ്റ് മുകളിൽ കൂടെ ഒരു ബോക്സ് ഇങ്ങനെ വരയ്ക്കുന്നു. എന്നിട്ട് ആ ബോക്സ് ഇപ്പോൾ സെലക്റ്റഡ് ആണ്. ഇതിൽ ഞാൻ വന്നിട്ട് കളർ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു കളറിൽ ഉള്ളത് കിട്ടും. അപ്പോൾ നമുക്ക് ചിലതിൽ ബാക്ക്ഗ്രൗണ്ട് കളറിൻ്റെ അതേ ഒരു കളർ എഫക്റ്റ് ഇമേജിലും വരുന്നത് നമ്മൾ പലതിലും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ കളർ മാറ്റി കഴിഞ്ഞാൽ അതനുസരിച്ച് ഇവിടെ മാറും, കണ്ടില്ലേ? അങ്ങനെ ഏത് കളർ നമ്മൾ കൊടുക്കുന്നോ ആ ഒരു കളറിലോട്ട് ആ ഇമേജ് മാറും എന്നുള്ളതാണ്. നമ്മൾ ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഫീല് പോലെ ആവും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇതിന് ഗ്രേ സ്കെയിൽ ഒരു ഫീല്. വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സെയിം എഫക്റ്റ്, ഒരു മാറ്റമില്ല, ബ്ലാക്ക് കൊടുത്തതുപോലെ തന്നെ. അങ്ങനെ നമ്മൾ ഏത് കളർ കൊടുക്കുന്നോ ആ കളറ് നമുക്കവിടെ കിട്ടും. അപ്പോൾ ബ്ലെൻഡിങ് മോഡ്സാണ് ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ട്രൈ ചെയ്ത് നോക്കി അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൽ ഉള്ള കാര്യം. അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആണ്, ചെറിയൊരു സംഭവമാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ പോസ്റ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആഡ് ക്യാമ്പയിൻ പോസ്റ്റുകൾ അങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഒരു ഇമേജൊക്കെ എടുത്ത് വെച്ചിട്ട് ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബ്ലെൻഡിങ് മോഡ്സിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു. അപ്പോൾ ഇതൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പല സ്ഥലങ്ങളിൽ നമുക്ക് പല പ്രോജക്റ്റുകളിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.